മീനങ്ങാടിയിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് കാണുന്ന ഒരു പുൽകൃഷിയാണ് കേട്ടോ ഇത്. നമ്മുടെ പശുവിനും ആനയ്ക്കും എല്ലാത്തിനും കൊടുക്കുന്ന പുല്ലിൻ്റെ കൃഷിയാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ തൃശ്ശൂരിലുള്ള ആനപ്പന്തിയിലേക്ക് പുല്ലൊക്കെ പോകുന്നതെന്നാണ് കേട്ടോ ഏട്ടൻ പറഞ്ഞത്. നല്ല രസമാണ് കാണാൻ, നേരിട്ട് തന്നെ കാണാനും. ഇങ്ങനെ കണ്ടാലൊന്നും അതിൻ്റെ ഒരു ഭംഗിയൊന്നും പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പോൾ ഇത് ഞങ്ങൾ കേക്ക് വാങ്ങാൻ പോകുന്ന ടൈമിൽ എടുത്ത വീഡിയോ ആണ് കേട്ടോ. കേക്ക് ഇപ്പം എന്തിനാണ് വാങ്ങുന്നതെന്നല്ലേ, ഏട്ടൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഗിഫ്റ്റായിട്ട് കേക്ക് കൊടുക്കാം. അധികം ഞാൻ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് ഷർട്ടോ അല്ലെങ്കിൽ വാലറ്റ് അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത്തവണ ഞാൻ കുറേ ആലോചിച്ചിട്ട് എനിക്ക് എന്താ വാങ്ങാമെന്ന് കിട്ടിയില്ല. പിന്നെ ആലോചിച്ച് ഞാനൊരു സാധനം കണ്ടുപിടിച്ചു. പിന്നെ അത് വാങ്ങാൻ പോകാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ലാസ്റ്റാണ് ഞാൻ ഈ കേക്ക് വാങ്ങാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് കേക്ക് വാങ്ങാൻ പോയത്. സർപ്രൈസ് ആയിട്ട് കേക്കൊക്കെ വാങ്ങി കട്ട് ചെയ്യണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ അതൊന്നും സാധിച്ചില്ല. ഇങ്ങനെ ഏട്ടനെ കൂട്ടിയിട്ട് പോയിട്ടാണ് കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ വീട്ടിൽ പോയപ്പോൾ അച്ഛനും അമ്മയും സർപ്രൈസ് ഇട്ടുണ്ടായിരുന്നു. എനിക്കത് മതി, സർപ്രൈസ് ഇട്ടേ മതിയല്ലോ. ആനിവേഴ്സറിക്ക് ശേഷം ബർത്ത്ഡേ കേക്ക് ഇതാ വീണ്ടും വന്നു. അങ്ങനെ അച്ഛനും അമ്മയൊക്കെ കൂടി ഏട്ടൻ കേക്ക് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല ടേസ്റ്റുള്ളൊരു കേക്കായിരുന്നു. ഞങ്ങൾ വാഞ്ചോ ആണ്, ചോക്ലേറ്റ് വാഞ്ചോ ആണ് കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അവരെല്ലാവരും കുറച്ച് പീസ് കഴിച്ച് ബാക്കി ഫുള്ള് ഞാനായിരുന്നു തീർത്തത്. കേക്ക് വാങ്ങിയപ്പോൾ തന്നെ പറയുന്നുണ്ട് കേക്ക് മുഴുവൻ തീർക്കേണ്ടത് ഞാനാണെന്ന്. പിന്നെ ഞാനത് അങ്ങോട്ട് സമ്മതിച്ചു കൊടുത്തു. എനിക്കതൊന്നും പ്രശ്നമല്ലല്ലോ. കേക്കും ഐസ്ക്രീമൊക്കെ എൻ്റെ ഫേവറേറ്റ് ആയതുകൊണ്ട് ഞാൻ എത്ര ഇട്ടാലും തിന്നോളും. അതുകൊണ്ട് 2 ദിവസം എടുത്തിട്ടാണ് കേട്ടോ ഞാനത് മുഴുവൻ തീർത്തത്. കഴിഞ്ഞ ബർത്ത്ഡേക്ക് കേക്ക് മുറിച്ചില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എന്തായാലും കേക്കാണ് ഇന്നത്തെ പ്രധാന ടോപ്പിക്ക്. അപ്പോൾ കേക്ക് നല്ല അടിപൊളിയായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.